ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമാണ്. ആ ആണും പെണ്ണും ജെൻഡർ യൂണിഫോം വന്നപ്പോൾ ആ ആണും പെണ്ണും, ആണ് പെണ്ണിൻ്റെ വസ്ത്രവും പെണ്ണ് ആണിൻ്റെ വസ്ത്രവും ധരിക്കുന്നത് എത്ര കൃത്യമായി പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞൊരു കാര്യം പറയാം. ഞമ്മക്ക് ആരെ പേടിക്കണം സുഹൃത്തുക്കളെ, എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. അറജുൽ ലുബ്സത്തൽ മറ, ഒരു പെണ്ണിൻ്റെ വസ്ത്രം ഒരാണ് ധരിക്കാം. വൽ മർഅതു തൽബിസു ലുബ്സത്തർ റജുൽ, ഒരു പുരുഷന്റെ വസ്ത്രം സ്ത്രീ ധരിക്കാം. രണ്ടും അങ്ങനെ ചെയ്യുന്നവരെ ലഅന റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ ശപിച്ചു എന്നാണ്. ഒരു കാര്യത്തെ വിരോധിക്കുമ്പോൾ ശാപമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ശക്തമായ സാക്ഷ്യം. നമ്മളെ മക്കളൊക്കെ അവിടുന്ന് മാറ്റിക്കൊണ്ടേണ്ട സുഹൃത്ത്. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് നമ്മുടെ മക്കളിൻ്റെ വീട്ടിൽ നിന്നൊരു കുട്ടി പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഇപ്പറഞ്ഞ ഡ്രസ്സിലെ പുറത്തുള്ളവങ്ങളും നമ്മൾ തീരുമാനിക്കുമ്പോൾ ഈ മാറ്റം ഉണ്ടാവും. നമ്മളവിടെ നിൽക്കണം. തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ്. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാത്ത വലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, അള്ളാഹ് നോക്കാത്ത ആൾക്കാരെ എണ്ണിയപ്പോൾ അതിലും എണ്ണനി. അൽ ആഖു വാലിദൈ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ആള്, വൽ മർഅത്തുൽ മുതറജ്ജില, പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീ എന്ന് പ്രത്യേകം എണ്ണി പറഞ്ഞു. അപ്പോൾ എത്ര ഗൗരവമുള്ള വിഷയമാണ് ഹദീസുകളിൽ നിങ്ങൾ ആലോചിക്കണം.